പ്രതിഭ ഈ ബ്രൂവറി വിഷയത്തിൽ പാലക്കാട്ടത്തെ ബ്രൂവറി വിഷയത്തിൽ CPI ഇപ്പോൾ പറയുന്നു അവർ LDFന്റെ മുന്നണി യോഗത്തിൽ ബ്രൂവറി തുടങ്ങാൻ പാടില്ല എന്ന് മുന്നണി യോഗത്തിൽ പറയുമെന്ന് ബിനോയ് വിശ്വം ഇങ്ങനെ തൊട്ടും തൊടാതെയും സംസാരിക്കുന്നുണ്ട്. CPIക്കൊക്കെ പിന്നെ ഈ പറയുന്ന മുട്ടിടിക്കുമല്ലേ പിണറായി മുമ്പിൽ പറയാനായിട്ട്? ഇതിൽ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ നോക്കിക്കാണ്ടത്. ഒന്ന്, ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ഈ വിഷയം ഇപ്പോൾ ഗുരുതരമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. CPIയുടെ ഈ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന സമിതിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം പാലക്കാടിൻ്റെ വിഷയം പാലക്കാടുള്ള ജനതയെപ്പോലെ മറ്റാർക്കും അറിയില്ല. പാലക്കാടിൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ വിഷയം അവിടുത്തെ കുടിവെള്ള പ്രശ്നം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ബ്രൂവറി അവിടെ വരുമ്പോൾ ആദ്യത്തെ പ്രശ്നമല്ല, നടാടെയുള്ള പ്രശ്നമല്ല, ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരം പാലക്കാട് നടന്നു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്. അന്ന് അമേരിക്കൻ കമ്പനിയായ പെപ്സിക്കെതിരെയായിരുന്നു. നമ്മുടെ തീർത്തും നിരക്ഷര എന്ന് പറയപ്പെടുന്ന ഒരു നാട്ടിൻപുറത്തുകാരി മൈലമ്മ, അവരാണ് പെപ്സി സമരത്തിനെതിരെ രംഗത്ത് വന്നത്. അത് ചരിത്രത്തിൽ ഇടം നേടിയ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പാലക്കാടിന് കുടിനീര് ഉറ്റിക്കൊണ്ട് ഒരു കാരണവശാലും വിദേശീയർക്ക് കുടിക്കാനുള്ള കോള ഉൽപ്പാദിപ്പിക്കാൻ അന്ന് VS ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അത്രത്തോളം വലിയ സങ്കീർണമായ ഒരു സമരം കുടിനീരിന് വേണ്ടി പാലക്കാട് അന്ന് നടന്നതാണ്. അതായത് കുത്തക കമ്പനികൾക്ക് ഇത് വിറ്റ് പാലക്കാടിൻ്റെ കുടിനീര് അത്രയും ഊറ്റി വിറ്റിട്ട് ഇവിടെ ജനം വരണ്ട് ഉണങ്ങണം. അവിടെ കുടിവെള്ളമില്ല. ഇന്നും പാലക്കാടിൻ്റെ അവസ്ഥ യാതൊരു തരത്തിലും വ്യത്യാസമില്ല. ശരിക്കും കിലോമീറ്ററുകൾ കണക്കിനാണ് അവിടുത്തെ അമ്മമാരും ഈ സഹോദരിമാരൊക്കെ കുടിവെള്ളത്തിന് വേണ്ടി കുടവും തലയിൽ വെച്ച് പോണ യാത്ര. പണ്ട് ഈ തമിഴ്നാടൻ ഉൾഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നൊരു കാഴ്ചയാണത്, കുടിനീരിന് വേണ്ടി ഇങ്ങനെ അലയാന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പാലക്കാടിനെ ഈ റീസെൻ്റ്ലി ഇപ്പം പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. മഴ പെയ്താൽ മാത്രമാണ് അവർക്ക് അല്പമെങ്കിലും ആശ്വാസമുള്ളത്. ഇപ്പോഴും അവിടെ കുടിവെള്ളം, അതിൻ്റെ ദൗർലഭ്യം വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിനെ കണക്കിലെടുക്കുമ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് ഇത്രയും ഒരു തീരുമാനമെടുക്കാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ബ്രൂവറി തന്നെ വിവാദങ്ങളിൽ ഇപ്പോൾ അറിയാമല്ലോ, ഡൽഹി മദ്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇത് തന്നെയാണ്, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിയത് ഈ സംഭവം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒയാസിസിന് വേണ്ടി പാലക്കാടിലുള്ള 5 ഏക്കർ കൃഷിയിടമാണ് പതിച്ചു കൊടുത്തതാണ്. ഏലപ്പള്ളി പഞ്ചായത്തിലുള്ള 5 ഏക്കർ കൃഷി നശിക്കാന്ന് പറഞ്ഞ മിക്കവാറും ഈ കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന കുട്ടനാടും പാലക്കാടൊക്കെ തന്നെയല്ലേ അല്ലേ? അപ്പൊ ഈ കള്ള് എങ്ങനെ എടുക്കും? അതെ. അപ്പൊ അത് പാലക്കാടിന്റെ സ്വന്തം ആളാണല്ലോ MP രാജേഷ്, CPMന്റെ സ്വന്തം ആള്. അപ്പൊ ഒന്ന് നോക്കൂ, ഇവിടെ ഈ കുടിവെള്ളത്തിന്റെ സ്രോതസ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് എന്തായാലും വെള്ളമില്ലാതെ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മുഴുവൻ കുടിവെള്ളവും ഊറ്റിയെടുത്ത് അതിൻ്റെ സ്രോതസ് കണ്ടെത്തിയിട്ട് അത് ഊറ്റിയെടുത്തിട്ട് ഈ ബ്രൂവറിക്ക് ഇത്തരത്തിലൊരു വിൽപ്പന നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കോടികളുടെ വിൽപ്പനയാണ്, കോടികളുടെ അഴിമതിയാണ്. കാരണം ഇനി ഒരു 1.5 വർഷം 2 വർഷം കഷ്ടി പിണറായി വിജയന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ പുതിയൊരു പദ്ധതിയും ഒരു കരാറും വികസനത്തിൻ്റെ പേരിൽ ഒപ്പുവെച്ചിട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ കോടികളുടെ അഴിമതി തന്നെയാണ് അതിൽ നടക്കുന്നത്, യാതൊരു തർക്കമില്ല. അതായത് പ്രതിഭ ഈ ഭരണം തീരാറാകുന്ന ഈ ഘട്ടത്തിൽ ഇപ്പൊ ഒരു ബ്രൂവറി ആണെങ്കിൽ നേരത്തെ കേരളയിലുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. കേരളയിലൂടെ നമ്മൾ എന്തുമാത്രം പിന്നെ ഇവര് കൊട്ടിഘോഷിച്ച ഫോഴ്സ് ചെലുത്തി. അപ്പൊ ഇതൊക്കെ ഒരു കമ്മീഷൻ കളിയാണോ എന്നൊരു സംശയം. തർക്കമില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി പറയണ ഏതെങ്കിലും ഇപ്പൊ അത് കാര്യമായിട്ട് പറഞ്ഞു കേൾക്കണില്ല. കേരളയിൽ വരും കേട്ടോ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെ, അല്ല, ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ ഇടതുപക്ഷം വിട്ടിട്ടില്ല എന്ന തരത്തിൽ തന്നെയാണ്. ആരെയാണ് മണ്ടന്മാരാക്കണേ? കേരളത്തിന്റെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഇല്ല പറഞ്ഞേക്കൂ. ഇപ്പൊ ഈ കേരയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത കേരളത്തെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് ഒരു ഈ തെക്കുന്ന് വടക്കോട്ടേക്ക് ഒരു റെയിൽ സംവിധാനം പോവുക. ഇതാണ് പരിസ്ഥിതി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെ അതിൽ ബന്ധപ്പെട്ട്. ആരാണ് പരിഷത്തിൻ്റെ വക്താക്കളൊക്കെ? ആരാണ്? അല്ലല്ലേ? അപ്പോൾ അവർ പോലും പറഞ്ഞൊരു കാര്യങ്ങളാണത്. നമുക്ക് സഞ്ചാരം വേഗത്തിലാക്കണം. ലോകം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും യാത്രാ സൗകര്യങ്ങൾ നമുക്ക് വേണം. ഒട്ടും സമയം നഷ്ടമില്ലാതെ എത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ വേണം. അതിനൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ ഈ കേരളത്തെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് കേരളത്തിൽ എന്താണ് സഹ്യപർവ്വത നിരകൾ മൊത്തം ഇടിച്ചു നിരത്തിയാൽ ഇത് പണിയാനുള്ള പാറ ഉണ്ടാവില്ല എന്ന് പറയുന്നത്.
അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ പിന്നീട് നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഒരു വിഷയമായി മാറിയിരിക്കുന്നു പാലക്കാടിൻ്റെ കുടിവെള്ള പ്രശ്നത്തിന്, കുടിനീരിൻ്റെ വിഷയത്തിന് യാതൊരു തരത്തിലും ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റാത്ത ഒരു സർക്കാരാണ് പാലക്കാട് ബ്രൂവറി പോലുള്ള ഒരു കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള വികാരം എന്താണ്? അല്ല, CPI ഇത് പറയുമ്പോഴേ CPIയുടെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരുന്നു. അന്നേരം അവർക്ക് എവിടെ പോയി? അവരന്ന് പറഞ്ഞ അതിൻ്റെ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അവർ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പത്രത്തിൽ വായിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പറയുന്നതാവട്ടെ, ഇത് കൃത്യമായ രീതിയിൽ ഇടതുമുന്നണിയിൽ ഉയർത്തിക്കൊണ്ടുവരും. ഈ വിഷയത്തിൽ ഒരു കാരണവശാലും CPIക്ക് അനുകൂലിക്കാൻ പറ്റില്ല. കുടിവെള്ളത്തേക്കാൾ വലുതല്ല, അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് കൃഷിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുണ്ടാകുന്ന വികസനങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന രീതിയിൽ, മനുഷ്യപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ CPIക്ക് അത് സാധിക്കില്ല. അതുകൊണ്ട് CPM ഇത്തരത്തിലുള്ള എന്ത് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നാലും ജനത്തിൻ്റെ കുടിവെള്ളത്തെയോ കൃഷിയെയോ ബാധിക്കുന്ന തരത്തിൽ ഉള്ള പുരോഗമനമല്ല എന്നുള്ളത് കൃത്യമായ നിലപാട് ഇടതുമുന്നണിയിൽ എടുക്കും, അതിൻ്റെ വിയോജിപ്പ് അറിയിക്കും എന്ന് തന്നെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ബിനോയ് വിശ്വം പറയുമ്പോഴും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മുമ്പിൽ ചെന്ന് എന്ന് പറയാൻ ഇത് ഒരുപക്ഷെ ബിനോയ് വിശ്വത്തിൻ്റെ മുട്ടിടിക്കും എന്നുള്ളതാണ് പഴയകാല പല സംഭവം. എനിക്ക് ഇപ്പം അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം ബിനോയ് വിശ്വത്തിന് അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ല, അത് ബിനോയ് വിശ്വം എന്ന് തന്നെയല്ല, CPIയുടെ നമ്മുടെ വെളിയം ഭാർഗവനെ പോലെയൊക്കെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന ആ സമയത്താണെങ്കിൽ അവര് നോക്കി പറയാനുള്ളൊരിതുണ്ടായിരുന്നു. ആർജവത്തോടു കൂടി ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ നട്ടലുയർത്തിക്കൊണ്ട് അവർ നിലപാടുകളിൽ ഒട്ടും വെള്ളം ചേർക്കാൻ ഉറച്ചു നിന്ന് അവരത് പറയുമായിരുന്നു. അവരുടെ രീതികൾ അങ്ങനെയായിരുന്നു. സ്ഥാനം വരെ തുടക്കത്തിൽ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോ പറയുന്ന പോലെ ഈ 4 മന്ത്രിമാരെ കൊടുത്തു, ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ കൊടുത്തു, കിട്ടിയതൊക്കെ വെച്ചോണ്ട് മൂലം ഇരുന്നോളാനെ പിണറായി പറയത്തുള്ളൂ, അങ്ങനെ പറയുള്ളൂ. അല്ല, ഇപ്പോഴും CPM ഒരു എന്താണ് വലിയേട്ട നയം തന്നെയാണ്, ഉറപ്പാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ആ ഒരു ബാറ്റൺ ഒപ്പിച്ച് നടക്കാന്ന് മാത്രമേ അവർക്ക് പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലെ. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേരള കേസിൽ അവിടെ ഈ CPIയുടെ സീറ്റാണ് പോയത്. CPIയുടെ സുനിൽകുമാറിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിനെ തോറ്റുപോയത്. കാര്യം ജനകീയ നേതാവ് സുനിൽകുമാർ നിസ്സാരക്കാരനല്ല. അതിന് പുറകിൽ ആകെയുള്ള സുനിൽകുമാർ മാത്രമേ ഉള്ളൂ. CPIയിൽ നിന്ന് ഇന്നും CPIനെതിരെ സംസാരിക്കുന്ന ഒരേ ഒരു CPI നേതാവ് സുനിൽകുമാർ മാത്രമേ ഉള്ളൂ ആ വിഷയത്തിൽ. അതിന്റെ പുറകിൽ ഉണ്ടായ അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങൾ CPI ഇല്ലാതെ തീർച്ചയായിട്ടും. അപ്പൊ അത് ഒരു കാരണവശാലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഏതായാലും നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് പറയാനുള്ളത് CPIക്ക് ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും വെളിവുണ്ടായല്ലോ എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. വൈകിയെങ്കിലും വെളിവുണ്ടായി ഈ ബ്രൂവറി കേസിൽ പാലക്കാട്. അതിന് എത്രത്തോളം പിണറായിയുടെ മുന്നിൽ CPI ഇനിയിപ്പോ പിന്നെ LDF യോഗത്തിലെ അജണ്ടയിലെങ്കിലും ഇത് ഉണ്ടാകുമോ? കാര്യം CPIക്ക് ഒരു കാര്യം പറയണോ, അല്ല, ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ LDF യോഗത്തിന്റെ അജണ്ടയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തണമെങ്കിൽ അവിടെയും പിണറായിയുടെ അനുമതി വേണം. ഇല്ല, ഈ പ്രദാസത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോൾ ഒരു മൈലമ്മ എന്ന് പറഞ്ഞ തികച്ചും ഒരു കുഗ്രാമത്തിലുണ്ടായ ഒരു എന്താണ് പാലക്കാടിൻ്റെ ഉൾനാടൻ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ പെപ്സി പോലുള്ള വൻകിട കുത്തക കമ്പനികൾക്കെതിരെ ഒരു സമരം സംഘടിപ്പിക്കുകയും ആ സമരം വിജയത്തിൽ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആയിക്കോട്ടെ, ഇന്നിപ്പോൾ ജനകീയ പ്രക്ഷോഭം വളരെ ശക്തമാണ്. പാലക്കാടിന് വേണ്ടിയിട്ട് CPIയോ CPMോ എന്നല്ല, അവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ജനങ്ങൾ പാലക്കാടിൻ്റെ കുടിനീരിന് വേണ്ടി അവിടെ നിൽക്കും. അവിടെ പാലക്കാടിന് ആദ്യം കുടിവെള്ളം കൊടുക്കട്ടെ, എന്നിട്ട് കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാനുള്ള വ്യവസായങ്ങൾ വരട്ടെ, 10 പേർക്ക് ജോലി കിട്ടുന്ന സംരംഭങ്ങൾ വരട്ടെ. ഈ പാലക്കാടിൻ്റെ കുടിനീർ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാതെ ഈ എന്താണ് ഒരു വിഭാഗം ആളുകളുടെ മദ്യാസക്തിയെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ജോലി കിട്ടും എന്നുള്ള അല്ലെങ്കിൽ ഖജനാവ് നിറയും എന്നുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ കുടിനീരിൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഏതായാലും നമുക്ക് അടുത്ത ഇടതുമുന്നണി യോഗം AK സെന്ററിലായിരിക്കും മിക്കവാറും നടക്കുക. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇത് പിണറായി വിജയന് വലിയ തലവേദന തന്നെയാണ്. കാരണം CPI മാത്രമല്ല, നേരത്തെ മറ്റുള്ള സംഘടനകൾ പിന്നെ ഇപ്പൊ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും CK ശ്രീകണ്ഠനൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തന്റെ കന്നിപ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് കൃഷിക്ക് നമ്മൾ അവിടെ പിന്നെ കൃഷിക്ക് വെള്ളം ഒഴിക്കാനില്ല, അപ്പൊ കള്ളു കൊണ്ടുപോയി ഒഴിച്ചാൽ മതിയോ എന്നുള്ള ഒരു ഭംഗ്യം തന്നെയാണ് ഹാസ്യാത്മകമായി തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടി വരും.
MP രാജേഷ് എന്നൊരു ജനപ്രിയ നേതാവ്, പാലക്കാടുകാരെ എത്രയെങ്കിലും തവണ ലോകസഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്ന MP രാജേഷ് കൂടെ ഈ കൂട്ടുകൃഷിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന് സമൂഹം കൂടെ ഉറ്റുനോക്കുന്നുണ്ട്. MP രാജേഷ് നിരത്തിയ ചില കാരണങ്ങളൊക്കെ കേട്ട വിചിത്രമാണ്. കർണാടകയിലെ കോൺഗ്രസ്സുകാരെ നേതാക്കൾക്ക് അവിടെ നിന്ന് കള്ള് ഡിസ്റ്റിലറിയിൽ നിന്ന് കള്ള് ഇവിടെ കൊണ്ടുവരുന്നത് കോൺഗ്രസ്സുകാരുടെ വരുമാനം കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള വേദനയാണോ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്നുള്ള വിചിത്രവാദമാണ് MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. MP രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ MP രാജേഷിനെ പോലെ തന്നെ ബുദ്ധിയും വിവരവും ബോധമുള്ളവർ ഈ നാട്ടിലുണ്ട്. അല്ല, MP രാജേഷിന് മാത്രമല്ല ഈ വിഷയത്തിൽ നേരെ കിടക്കുന്ന ഒരു കാര്യം നമുക്ക് വലിയ ബുദ്ധിയും വിവരമൊന്നും ഈ കാര്യത്തിൽ ആവശ്യമില്ല. നമുക്ക് പാലക്കാട് എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ല രൂപീകരിച്ച അന്ന് മുതൽ തന്നെ പാലക്കാടിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. 2 വെയിൽ അടുപ്പിച്ച് കണ്ട വരണ്ടുകൊണ്ട് അത് പാലക്കാടിന്റെ ഭൂമിയുടെ പ്രത്യേകതയാണ്, ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതയാണത്. അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാനമായിട്ട് പാലക്കാട് നിലനിൽക്കുമ്പോഴും പലപ്പോഴും പാലക്കാടിലും അത് തമിഴ്നാടൻ ഉൾനാടൻ ഗ്രാമത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ പലവട്ടം പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മലമ്പുഴ ഡാമും മറ്റുള്ള ചെറിയ ചെറിയ അണകളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ കുടിവെള്ളം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അവിടെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ, കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ ഭൂമിക്കടിയിലുള്ള കുടിനീര് ഉറവയുടെ സ്രോതസ്സ് കണ്ടെത്തി അത് ഏലപ്പള്ളി പഞ്ചായത്തിൽ ബ്രൂവറിക്ക് 5 ഏക്കർ പതിച്ചു കൊടുക്കുമ്പോൾ കൃഷി പോണു, കുടിനീര് പോണു, പാലക്കാടൻ ജനതേനെ കുടിവെള്ളം ഇല്ലാണ്ട് അവിടെ പെടഞ്ഞു വീണ് മരിക്കാൻ അനുവദിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ പണം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും പ്രായോഗികമാക്കാൻ പോണില്ല. അത് കേരളയിലൊക്കെ പോലെ പിന്നീട് അത് ഏതായാലും മൈലമ്മ എന്ന ഒരു സാധാരണ സ്ത്രീ അമേരിക്കൻ കമ്പനിക്കെതിരെ തിരിയാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കുടിവെള്ള പ്രശ്നത്തിന് കേരള സമൂഹം 100 മൈലമ്മമാർ വരും. അതെ, 100 മൈലമ്മമാർ ഇതിനെ എതിർക്കും. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അത് വരേണ്ടത് തന്നെയാണ്. തീർച്ചയായും വികസനം നാടിന് ആവശ്യമാണ്. പക്ഷേ ജനത്തിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്. അവർക്ക് കുടിവെള്ളം, അത് അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധവായുവും കുടിവെള്ളവും ഒക്കെ ആദ്യം ഏർപ്പെടുത്തേണ്ട കാര്യം തന്നെയാണല്ലോ. അതിനുശേഷമാണല്ലോ ബാക്കി പദ്ധതികളൊക്കെ വരാൻ പാടുള്ളൂ. എന്തായാലും വികസനം വരട്ടെ, ജനത്തിന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാവട്ടെ. കാത്തിരിക്കാം.